എല്ലാ വ്യൂവേഴ്സിനും ഗുഡ് മോർണിംഗ്. ഇന്ന് പഴയ കാര്യം തന്നെ പറയുന്നത് കേട്ടോ. ഇന്നും പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാട്ടുപഴങ്ങൾ പലതും ഉണ്ട്. അതിൽ ഈ രാമപ്പഴം ഉൾപ്പെടുന്ന പറഞ്ഞിട്ട് കുറേ ആൾ അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ പഴത്തിനെ. എൻ്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞ 2 വീഡിയോ രാമപ്പഴത്തിൻ്റെ വീഡിയോ ഇട്ടു. അത് ഷോർട്ട് വീഡിയോകളാണ്, 1 മിനിറ്റ് നിൽക്കുന്ന 2 മിനിറ്റ് നിൽക്കുന്ന വീഡിയോസുകളാണ്. അതിൽ നേരെ ഒരു കാട്ടുപഴം എടുത്ത് ഇല്ല നമ്മുടെ രാമപ്പഴം, അതായത് കസ്റ്റാർഡ് ഫ്രൂട്ട് കാണിക്കാൻ പറ്റിയില്ല. സീതാപ്പഴം ഫേമസ് ആയിട്ടുള്ളൊരു പഴമാണ് സീതാപ്പഴം. നമുക്ക് കണ്ടിട്ടുണ്ടാവും ഒരു വെള്ള കളറിൽ ഒരു പച്ച കളറിൽ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത്. രാമപ്പഴമാണ് അതിനും നല്ലതെന്നുള്ള ഒരു ചിന്ത ജനങ്ങളിലുണ്ട്. അത് ശരിയാണ്. അവിടെ ഞാൻ ഇനിയും നമ്മുടെ വീഡിയോയിൽ വരുന്നത് രാമപ്പഴം കാണിക്കാനാണ്. ഇതാണ് രാമപ്പഴം. കണ്ടോ, ചുവവാതെ നിൽക്കുന്നുണ്ടോ? ഇത് പഴുത്തു കണ്ടോ, ചുവവാതെ എന്ത് ഭംഗിയാ നോക്കൂ. കഴിഞ്ഞ വീഡിയോയിൽ ഇത്ര പഴുത്തിരുന്നില്ല ഈ പഴം. ഒന്നുകൂടി കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. നിങ്ങൾ കുറേ വ്യൂവേഴ്സ് വന്നിട്ട് വാച്ച് ചെയ്തതാണ്. അവിടെ ഞാൻ നിങ്ങളെ പറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഈ വീഡിയോ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുന്നത്. നോക്കൂ, എങ്ങനെ നോക്കി, എന്ത് റെഡ് കളറാണ് നോക്കി നോക്കൂ, എന്ത് ഭംഗിയാ കണ്ടോ. ഇത് പഴുത്ത് കഴിഞ്ഞൊരു പഴമാണ്, മൂത്ത് പഴുത്തത് കഴിഞ്ഞാണ് കണ്ടോ. എന്ത് ഭംഗി കാണും. രാമപ്പഴം ഇതിന്റെ പ്രത്യേകത ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. രാമപ്പഴം കഴിക്കുക, ആരോഗ്യം നിലനിർത്തുക. വേറെ ഡൈജസ്റ്റിക്കൊക്കെ ആവാൻ വേണ്ടിയിട്ടേ, ദഹനം നടക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ പഴം. നമ്മുടെ പ്ലാന്റേഷനിലെ ഓരോ ഗ്രീൻ പ്ലാന്റേഷൻ പച്ചക്കറി തോട്ടങ്ങളിലെ അവിടെ സന്ദർശിച്ചിട്ട് നമുക്ക് ചെടികളുടെ കൂട്ടങ്ങളെ സന്ദർശിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഒരു ചെടി മേടിക്കുക. 250 രൂപ 150 രൂപയ്ക്ക് ഒരു രാമപ്പഴത്തിൻ്റെ തൈ തരുമോ ചോദിക്കുക. എന്നിട്ട് അത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കുടിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഒരു 2 കൊല്ലം 2.5 കൊല്ലം അല്ല ആയിക്കഴിഞ്ഞാൽ അവിടെ അതിൽ കായ വരാൻ തുടങ്ങും. അതിന് ചെറിയൊരു കായാണ് അതിൻ്റെ. അത് പെട്ടെന്ന് ഒരു 1.5 മാസം 1 മാസത്തിൻ്റെ ഉള്ളിൽ അത് വലുതായിട്ട് നമ്മുടെ രാമപ്പഴം വലിയൊരു രൂപത്തിലായിട്ട് മാറും. ശരി, താങ്ക് യു. വാച്ച് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ബോറടിപ്പിക്കല്ല, ഞാൻ ഒന്നുകൂടി അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. റെഡ് കളർ കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. രാമപ്പഴം അന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഭംഗിയൊന്നും തോന്നിയില്ല, അന്ന് നേരെ കാണിക്കാൻ പറ്റിയില്ല. ക്ഷമിക്കണം എല്ലാവരും. ഇത് വാച്ച് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, എൻ്റെ വീഡിയോയിൽ ലൈക്ക് ചെയ്യൂ. താങ്ക് യു.